കെ.വി. വത്സലകുമാർ വടക്കാഞ്ചേരിയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുകയും എന്നും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടൊപ്പം നിലനിൽക്കുകയും ചെയ്ത നേതാവായിരുന്നു വേലുക്കുട്ടിയാശാൻ എന്ന വേലുക്കുട്ടി. അദ്ദേഹത്തിന്റെ മകനാണ് കെ.വി. വത്സലകുമാർ. ചെങ്കടിയേന്തിയ പിതാവിന്റെ പാത പിന്തുടർന്ന് സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവരുടെ ഉന്നമനത്തിനായി ജീവിതം ഒഴിഞ്ഞുവെച്ച വ്യക്തിത്വമാണ് വത്സലകുമാർ. അക്ഷരമറിയാത്തവരെ സാക്ഷരതയിലൂടെ അക്ഷരമുറ്റത്തേക്ക് എത്തിച്ചതുപോലെ കമ്പ്യൂട്ടർ സാക്ഷരത നടപ്പിലാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് വത്സലകുമാർ. പ്രായഭേദമില്ലാതെ എല്ലാവർക്കും കമ്പ്യൂട്ടർ പഠനമാണ് ലക്ഷ്യം. കമ്പ്യൂട്ടർ സാക്ഷരത ഇത്രയും ലളിതമായി നടപ്പിലാക്കുന്ന കേരളത്തിലെ അപൂർവ സ്ഥാപനങ്ങളിൽ ഒന്നാണ് വത്സലകുമാർ MD ആയുള്ള സുപ്രീം CSSE അക്കാദമി. താഴെത്തട്ടിലുള്ളവരുടെ ഉന്നമനത്തിനായാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി കമ്പ്യൂട്ടർ പ്രസ്ഥാനത്തിലൂടെ ഓൺലൈൻ സേവനമായി നടത്തിവരുന്നുണ്ട്. തനിക്ക് വ്യക്തമായ രാഷ്ട്രീയമുണ്ടെങ്കിലും പ്രവൃത്തി മണ്ഡലങ്ങളിൽ രാഷ്ട്രീയം കൂട്ടിക്കൊഴിക്കാറില്ലെന്ന് ഇദ്ദേഹം പറയുന്നു. വടക്കാഞ്ചേരിയിലെ കലാസാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമാണ് വത്സലകുമാർ. വോയിസ് ഓഫ് വടക്കാഞ്ചേരി, സരിഗമ, ലയൺസ് ക്ലബ്, സ്പന്ദനം നാടകോത്സവം എന്നിവയിലെ സജീവ പ്രവർത്തകനും അത്താണി JMJ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ PTA പ്രസിഡന്റുമാണ്. കുമ്പളങ്ങാട് കളരിക്കൽ വീട്ടിൽ KK വേലുക്കുട്ടിയുടെയും ശാന്തകുമാരിയുടെയും മകനാണ്. BCom ബിരുദധാരിയായ വത്സലകുമാർ ആദ്യമായി ഞാൻ എൻ്റെ ഹസ്ബൻഡിന് നല്ല അഭിനന്ദനങ്ങൾ കൊടുക്കുകയാണ്. കാരണം ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി, അതായത് CSE ഓൺലൈൻ സെൻറ്ററിൻ്റെ മുനിസിപ്പാലിറ്റിയുടെ വകയുള്ള ഇത്രയും കുറേ ഷോപ്പുകളും ഇതെല്ലാം CSE പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ നിന്നും ആളെ ഈ പാനലിലേക്ക് സെലക്ട് ചെയ്തതിന് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യം അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. അതോടൊപ്പം എനിക്ക് എൻ്റെ കുടുംബത്തിലും ഫാമിലിയിലും നല്ല സന്തോഷം ആണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങളുടെ ലൈഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 25 years ആയിട്ടുണ്ട് ഞങ്ങൾ ടുഗദർ ലൈഫ് തുടങ്ങിയിട്ട്. ആദ്യം ഞങ്ങൾ കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. രണ്ട് ഫാമിലിയും ഞങ്ങൾക്ക് ഫിനാൻഷ്യലി അങ്ങനെ ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നില്ല. ഫാമിലിയുടെ സപ്പോർട്ട് ഒഴികെ ഫിനാൻഷ്യലി ഞങ്ങൾ ഭയങ്കര ഡൗൺ ആയിരുന്നു. പിന്നെ എനിക്ക് ഗവൺമെൻറ് ജോലി അങ്ങനെ കിട്ടി. അതിന് ശേഷം കുറേ ഞങ്ങളിങ്ങനെ ഓരോന്നും പെടുത്ത് ഉയർത്ത് അതിനൊക്കെ കുറേ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒക്കെ ആയിട്ടിപ്പോൾ ഞങ്ങൾക്ക് 3 കുട്ടികളുണ്ട്. മൂത്താളെ ഞങ്ങൾക്ക് പുറത്ത് പോയി പഠിപ്പിക്കാൻ പറ്റി. അതൊക്കെ ആളുടെയും പിന്നെ എൻ്റെയും ഇത് കൊണ്ട് മാത്രമാണ് അത് മുന്നോട്ട് പോയത്. ഇപ്പോൾ അവൻ എന്തായാലും പഠിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അവൻ ജോലിക്ക് വേണ്ടി ഏകദേശം ശരിയായിട്ടുണ്ട് ജോലി. പിന്നെ അതുപോലെ രണ്ടാമത്തെ മോൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ചെയ്തുകൊണ്ടിരിക്കുന്നു വ്യാസയിൽ. അതുപോലെ എനിക്ക് മൂന്നാമതൊരു പെൺകുട്ടിയാണ്. അവളിപ്പോൾ 9th ഇനിയിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. പിന്നെ എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മെഡിക്കൽ കോളേജിൽ സീനിയർ നഴ്സിംഗ് ഓഫീസറായിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഈ CSE എൻ്റെ ഹസ്ബൻഡ് തുടങ്ങിയ സമയത്ത് കുറേ പേർക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നു. എൻ്റെ ഫാമിലിയിലാണെങ്കിലും ഇവിടുത്തെ ഫാമിലിയിലാണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ ഇത്രയും ചെറിയൊരു ഷോപ്പിലൂടെ ഇങ്ങനെ ഇത്രയും വലിയ ഇത് കിട്ടും എന്ന് ഒരുപാട് പേര് എന്നോടും എൻ്റെ ഫാമിലി അടുത്ത റിലേറ്റീവ്സ് അടക്കം എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നിന്നും എന്നോട് ഇഷ്ടംപോലെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു ഉത്തരമാണ് ഇപ്പോൾ ഈ നടക്കുന്ന ഒരു സംഭവം. അതിന് ആൾക്ക് വലിയൊരാളുടെ ഒരു ഇതുകൊണ്ട് മാത്രമാണ് ഇത്രയും വലിയ ഇത്. ഞങ്ങളൊന്നും സപ്പോർട്ട് ചെയ്തിട്ടില്ല ആക്ച്വലി. ആളുടെ ഒരു പ്രയത്നം കൊണ്ട് മാത്രമാണ് ഇത് ഇത്രയും സ്ഥാനത്തെത്തിയത്. അതിന് ആൾക്ക് വലിയൊരു അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഈ സമയത്ത്. പിന്നെ ആൾ തന്നെ എല്ലാവരും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ചെയ്ത് ഞങ്ങളൊന്നും അറിയാറ് പോലും ഇല്ല. ചില സമയത്ത് എൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ കുറച്ച് കുറ്റപ്പെടുത്തലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ ഞാൻ ഈ സമയത്ത് ഒരു ഇത് ചോദിക്കുകയാണ്. പിന്നെ ഇപ്പം നല്ല രീതിയിൽ പോകുന്നു. അപ്പോൾ ഇനി ആൾക്ക് എല്ലാവിധ ആശംസകളും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഇവിടെ എല്ലാ സപ്പോർട്ടും ഇനിയും ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. CSE അതിൽ കമ്പ്യൂട്ടർ കുറേ ആൾക്കാരെ കൂട്ടിച്ചേർത്തുകൊണ്ട് അവർക്കൊരു അതിനെക്കുറിച്ചൊരു നോളജ് നൽകുകയും എല്ലാവർക്കും തന്നെ ജോലിയും കൂടെ ഓഫർ ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ CSE സുപ്രീം എന്ന സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. അതുകൂടെ തന്നെ കുറഞ്ഞ ചെലവിൽ അവർ കമ്പ്യൂട്ടർ കോഴ്സുകളും ഓൺലൈൻ ചെയ്യാനുള്ള എല്ലാ കമ്പ്യൂട്ടർ കോഴ്സുകളും അഡീഷണലായിട്ട് MX Excel എനിക്ക് പറയാറില്ല, അങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് ആവശ്യമുള്ള ഇതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനൊക്കെ വലിയ അഭിനന്ദനങ്ങൾ. മറ്റുള്ളവരുടെ ആശ്രയമില്ലാതെ
സ്വയം കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ജനതയെ വാർത്തെടുക്കുകയാണ് വത്സലകുമാറിന്റെ ലക്ഷ്യം. നമസ്കാരം. എനി ടൈം ന്യൂസിന്റെ പിന്നിട്ട് വഴികളിലേക്ക് വീണ്ടും ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം വടക്കാഞ്ചേരിക്കാരുടെ സുപരിചിതനായ ഒരു വ്യക്തിത്വമാണ് നമ്മളോടൊപ്പം ഇന്ന് അതിഥിയായിട്ട് കടന്നു വരുന്നത്. വലിയ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സ്വാഗതം KV വത്സൽകുമാർ സാർ. തീർച്ചയായിട്ടും വടക്കാഞ്ചേരിക്കാർക്ക് തന്നെയല്ല, ഒരുവിധം ഈ കുട്ടികൾക്ക് പ്രത്യേകിച്ച് സാക്ഷരത, കമ്പ്യൂട്ടർ സാക്ഷരത കൈവരിക്കുന്നതിൽ വലിയ ശ്രമമായ രീതിയിലാണ് അങ്ങ് പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചത്. സാധാരണക്കാർക്ക് പോലും കമ്പ്യൂട്ടറിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ നൽകി അവരെ മറ്റുള്ള മേഖലയിലേക്ക് എത്തിക്കാൻ, എന്തിനേറെ പറയുന്നു, ഒരു സ്വയം തൊഴിൽ എന്ന രീതിയിലേക്ക് അവർ എത്തിക്കാനുള്ള ഒരു പ്രസ്ഥാനമാണ് അങ്ങ് തുടക്കം കുറിച്ചത്. യഥാർത്ഥത്തിൽ അങ്ങയുടെ അച്ഛൻ നയിച്ച നാൾ വഴികൾ അപ്പുറം വേറൊരു രീതിയിലേക്കാണ് ചെയ്തത്. അച്ഛനെ സംബന്ധിച്ച്, അച്ഛനെ വടക്കാഞ്ചേരിക്കാരെ സംബന്ധിച്ച് അറിയാൻ പറ്റും, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു ചുക്കാൻ പിടിച്ചൊരു വ്യക്തിത്വമാണ്. അതിൽ നിന്ന് മകൻ സാമൂഹികമായ മറ്റൊരു നന്മയിലേക്ക് കുതിച്ചു ചാട്ടമാണ് ചെയ്തത്. യഥാർത്ഥമായി ഇങ്ങനെ നോക്കി കാണുമ്പോൾ ഉണ്ടാവുന്ന ആ രണ്ടും തമ്മിലെടുത്ത്, രണ്ടും പൊതുസേവനമാണ്. വടക്കാഞ്ചേരിക്കാരുടെ ഹൃദയം ഏറ്റെടുത്ത ആൾ തന്നെയാണ്. ഈ ഒരു മേഖലയിലേക്ക് തിരിയാനുള്ള കാരണം എങ്ങനെയാണ്? ഇതിൽ ആദ്യം പറഞ്ഞ ചോദ്യത്തിന് ഞാൻ ഉത്തരം തരാം. എന്താണെന്ന് വെച്ചെങ്കിൽ, നമ്മൾ ഈ കമ്പ്യൂട്ടറിലേക്ക് ആളുകളുടെ എത്തിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. ഇപ്പോൾ കമ്പ്യൂട്ടർ സാക്ഷരതയാണ്, കമ്പ്യൂട്ടർ ലിറ്ററസി. അതെ. ഇതിന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 10-30 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ സമ്പൂർണ്ണ സാക്ഷരത എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും. അതായത് അക്ഷരം അറിയാത്ത ആൾക്കാരെ അക്ഷരം പഠിപ്പിക്കുക, ലെറ്റർ, ഇപ്പോൾ വിദേശത്തുള്ള ആൾക്കാരെ ലെറ്റർ അടക്കം, കത്തുകളടക്കം അപ്പുറത്തുള്ള കുട്ടികളെ കൊണ്ട് വായിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിലുണ്ടായിരുന്നു. ആ അക്ഷര അഭ്യാസത്തെ അല്ലെങ്കിൽ അക്ഷരം ഇല്ലായ്മയെ നമ്മൾ ജനങ്ങൾക്ക് അങ്ങനെ ഒരു സാക്ഷരതാ മിഷൻ തന്നെ, എല്ലാ ആളുകളും സാക്ഷരത ആവണം എന്നുള്ള രീതിയിലൊരു പ്രവർത്തനം അന്നത്തെ ഗവൺമെൻറ്റുകൾ നടത്തിയതിൻ്റെ ഫലമായിട്ട് 100% സാക്ഷരത നേടിയ സംസ്ഥാനമായിട്ട് കേരളം മാറി. തീർച്ചയായിട്ടും. പക്ഷേ ഇന്ന് അക്ഷരമല്ല എന്നത് നമ്മുടെ വിഷയം. ഇന്ന് കമ്പ്യൂട്ടർ പോലെയുള്ള അനുബന്ധമായിട്ടുള്ള ഘടകങ്ങളിലൂടെയുള്ള യാത്രകൾ ഏതൊരു സാധാരണക്കാരൻ്റെ വിഷയത്തെ സംബന്ധിച്ചും കമ്പ്യൂട്ടർ പരിജ്ഞാനം ഇല്ലാതെ നട്ടം തിരിയുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കാലത്ത് നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ പോലും, വളരെ വിദ്യാഭ്യാസ സമ്പന്നരായിട്ടുള്ള ആളുകൾ പോലും ഗവൺമെൻറ് നിർദ്ദേശിക്കുന്ന ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള പ്രൊജക്റ്റുകൾ, മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാനായിട്ട് ഇവർ മറ്റുള്ള സ്ഥാപനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. അവർക്ക് അവരിൽ നിന്ന് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പണ്ട് കാലത്ത് ഒരു കത്ത് അപ്പുറത്തേക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ അക്ഷരം അറിയാവുന്ന ഒരാളെ സമീപിക്കുന്ന അതേ ലാഘവമാണ് ഇന്ന് PhDയും ഡോക്ടറേറ്റും എടുത്തിട്ടുള്ള എല്ലാ ആളുകളും ഈ സംഭവം ചെയ്യാനായിട്ട് മറ്റുള്ള ഓൺലൈൻ സർവീസ് കേന്ദ്രങ്ങളെ പോലെയുള്ള കാര്യങ്ങളെ, ഞങ്ങളെ പോലെയുള്ള സ്ഥാപനങ്ങൾ, CS സെൻ്ററെ പോലെയുള്ള കാര്യങ്ങളെ ആശ്രയിക്കുന്നത്. അപ്പോൾ അവിടെ ഈ ജനങ്ങൾ ഇപ്പോഴും ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അത് ചെയ്യാൻ മെനക്കെടാതെ, അല്ലെങ്കിൽ അറിവില്ലായ്മ മൂലം അവർ തെറ്റിപ്പോയാലോ എന്നുള്ള അജ്ഞത മൂലം അവർ ഇത്തരം കാര്യങ്ങളിൽ കിടക്കുന്നു. ഈയൊരു സാക്ഷരത, ഈ കമ്പ്യൂട്ടർ ലിറ്ററസി എന്ന് പറയുന്ന ഈ സാക്ഷരത നമ്മുടേതായിട്ടുള്ള മേഖലകളിലെ എല്ലാ ജനങ്ങളിലേക്കും എത്തുകയാണെങ്കിൽ നമ്മളുടെ ഈ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി എന്ന് മാത്രമല്ല എല്ലാ, ഇപ്പോൾ ഡിജി കേരള, ഡിജി ഇന്ത്യ എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് കമ്പ്യൂട്ടർ സാക്ഷരത കൈവരിക്കാൻ സാധിക്കും. കമ്പ്യൂട്ടർ സാക്ഷരത എന്ന് ഉദ്ദേശിക്കുന്നത് ഗവൺമെൻറ് മുഖാന്തരം ചെയ്യുന്നതായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും, എല്ലാ കാര്യങ്ങളും എന്താണോ അത് ചെയ്യാനായിട്ടുള്ള അറിവും കാര്യങ്ങളും കുറവാണ് എന്നുള്ളത് എനിക്ക് ഒരു 8 വർഷത്തോളം അല്ലെങ്കിൽ 10 വർഷത്തോളം നമ്മുടെ സ്ഥാപനത്തിലുള്ളത് മനസ്സിലാക്കിയത് കൊണ്ട് ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം പറയാം. ഒരു കുട്ടികളെ സ്കോളർഷിപ്പിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീടുകളുടെ കാര്യത്തിന് വേണ്ടിയിട്ടോ വരുമാന സർട്ടിഫിക്കറ്റ് വേണം. ഒരു വരുമാന സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നാണോ കിട്ടുന്നത് പോലും അറിയാത്ത ആളുകളുണ്ട്. ആ വരുമാന സർട്ടിഫിക്കറ്റിന് അപേക്ഷ കൊടുക്കുമ്പോൾ എന്തെല്ലാം രേഖകളാണ് അതിൽ വേണ്ടത് എന്നുള്ളത് അറിയാത്ത ആളുകളുണ്ട്. അപ്പോൾ അവർ ഇത്തരം കേന്ദ്രത്തിലേക്ക് പോയിട്ട് 1 പ്രാവശ്യം വരും, 2 പ്രാവശ്യം വരും, 3. അപ്പോൾ അവർക്ക് ഭയങ്കര ഗവൺമെൻറ്റിനോട് പോലും തന്നെ ഭയങ്കര ദേഷ്യം വരുന്ന രീതിയിലുള്ള ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ അവയർനെസ് ഇപ്പോൾ കുട്ടികളുടെ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യം, എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യം, എല്ലാ കാര്യത്തിനും അവർക്ക്
ഇങ്ങനെയുള്ള അവസരം ഉണ്ടായിരിക്കെ ഇത് കഴിയില്ലാത്തത് കൊണ്ടാണ് കൂടുതൽ ജനങ്ങൾ കഷ്ടപ്പെടുന്നത്. പക്ഷേ ഈ മേഖല അന്ന് അക്ഷരജ്ഞാനത്തിന് വേണ്ടിയിട്ടാണോ സാക്ഷരതാ യത്നം തുടങ്ങിയതെങ്കിൽ ഇന്ന് കമ്പ്യൂട്ടർ ലിറ്ററസിയാണ് ആ സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത്. അത് ചെയ്താൽ എങ്ങനെ ജനങ്ങളെ സേവിക്കാൻ പറ്റും, ജനങ്ങൾക്ക് അവരുടെ പ്രശ്നങ്ങളെ എങ്ങനെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ പറ്റുമെന്നുള്ള ചിന്തയുടെ ഫലമായിട്ടാണ് ഞാൻ ഈ കമ്പ്യൂട്ടർ CSC സെൻ്ററിലൂടെ CSC അക്കാദമി എന്ന് പറയുന്ന ഒരു തുടക്കം കുറിച്ചത്. അച്ഛൻ്റെ കാര്യത്തിലേക്ക് വരാം. അച്ഛനെ സംബന്ധിച്ച് അറിയാമല്ലോ, രാഷ്ട്രീയപരമായ രംഗത്തിലൂടെയാണ് അച്ഛൻ കൂടുതലായിട്ട് ശോഭിച്ചത്. അങ്ങ് മറ്റൊരു രണ്ടും സേവനമാണ്, സാമൂഹ്യ സേവനമാണ്. അച്ഛൻ്റെ ഓർമ്മകൾ എങ്ങനെയാണ്? രാഷ്ട്രീയ രംഗത്ത് ശോഭിച്ചു എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം എന്താണെന്നുണ്ടെങ്കിൽ അച്ഛന് രാഷ്ട്രീയം ഒരു ശോഭനമല്ല, അതൊരു പൊതു പ്രവർത്തനമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് അന്നത്തെ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് അതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുള്ള ഒരു മഹത് വ്യക്തിയായിട്ടാണ് ഞാൻ എൻ്റെ അച്ഛനെ കാണുന്നത്. അതിൽ അദ്ദേഹം മറ്റേ രാഷ്ട്രീയമോ അതുപോലെ തന്നെ മറ്റുള്ള ഒരു കാര്യങ്ങളും കുടുംബമോ പോലും വകവയ്ക്കാതെ പൊതുപ്രവർത്തനത്തിന് രംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ള ആളാണ് എൻ്റെ അച്ഛൻ. അച്ഛൻ്റെ എൻ്റെ അറിവിൽ എൻ്റെ പേര് വേലിക്കുട്ടി KK എന്നാണ്. പക്ഷേ പൊതുജനങ്ങൾ ആളെ വിളിക്കുന്നത് വേലിക്കുട്ടി ആശൻ എന്നുള്ള പേരിലാണ്. അതങ്ങനെയാണ് വടക്കാഞ്ചേരിക്കാരുടെ സ്ഥിരം നാമം. ആ ഒരു പേരിലൂടെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ഒരു പക്ഷെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹം നയിച്ച കുറേ കാര്യങ്ങളുണ്ട്. ഒരു പക്ഷേ പ്രസ്ഥാനത്തിന് അങ്ങനെ ചുക്കാൻ പിടിച്ചിട്ടുണ്ട്. അങ്ങ് എന്തുകൊണ്ട് ആ ഒരു രംഗത്തിലേക്ക് മാറിയില്ല? എന്തുകൊണ്ടാണ് ഈ ഒരു ഇതിലേക്ക് തന്നെ തിരിയാൻ കാരണം എന്താണ്? അതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പം അച്ഛൻ എന്ന് പറയുമ്പോൾ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അന്നത്തെ കാലത്ത് ഏകദേശം അച്ഛൻ മരിക്കുമ്പോൾ തന്നെ 76 ആ പ്രായത്തിലാണ് മരിച്ചത്. അത്രയും വർഷങ്ങൾക്ക് മുമ്പ് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ വടക്കാഞ്ചേരി മേഖല എടുക്കുകയാണെങ്കിൽ തന്നെ കുമ്പളങ്ങാട് എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രദേശത്ത് നിന്ന് ആദ്യമായിട്ട് അന്നത്തെ SSLC പരീക്ഷ പാസ്സായിട്ടുള്ള വ്യക്തിയാണ് എൻ്റെ അച്ഛനെന്ന് എനിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും. അദ്ദേഹത്തിന് ആ സമയത്ത് പലതരത്തിലുള്ള ജോലികൾ, അതായത് തൊട്ടപ്പുറത്തുള്ള സ്കൂളുകളിലെ HM ആയിട്ടും അതുപോലെ ട്രഷറി മേഖലയിലായിട്ട് ബന്ധപ്പെട്ടിട്ടും ഒരുപാട് തൊഴിലുകൾ സാധ്യതകൾ അച്ഛനെ തേടി വന്നിട്ടുണ്ടെന്ന് എൻ്റെ അമ്മ പറഞ്ഞു കേൾക്കാറുണ്ട്. പക്ഷേ അച്ഛൻ ആ തൊഴിലുകൾക്കൊന്നും തന്നെ ഇത് കൊടുക്കാതെ തന്നെ രാഷ്ട്രീയമാണ് അല്ലെങ്കിൽ പൊതുസേവനമാണ് എൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തനം എന്ന് വിചാരിച്ച് അതിന് വേണ്ടിയിട്ട് ഇതെല്ലാം ത്യജിച്ച് മുന്നിട്ടിറങ്ങിയിട്ടുള്ള വ്യക്തിയാണ് എൻ്റെ അച്ഛൻ. ഇപ്പോൾ എല്ലാ ആൾക്കാർക്കും അറിയാൻ പറ്റും, രാഷ്ട്രീയത്തിലുള്ള നമ്മുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഒരു വരവൂര് അല്ലെങ്കിൽ ദേശമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് പോലും ഒരു പാർട്ടി യോഗം ഉണ്ടെങ്കിൽ ഇന്നത്തെ പോലത്തെ വണ്ടി സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ലല്ലോ. ഇവിടെ നിന്ന് നടന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വരവൂര് നമ്മുടെ ഈ പറയുന്ന അമ്പലത്തെ തൊട്ടപ്പുറം, അതായത് ഇപ്പോൾ ഒരു ഉത്സവം നടന്നല്ലോ, അമ്പലത്തൊട്ടപ്പുറത്ത് ഒരു വീട്ടിൽ പോയിട്ട് കാർന്നവരുമായി സംസാരിക്കുമ്പോൾ എന്നെ പരിചയപ്പെടുത്തുകയാണ്. കുമ്പളങ്ങാടാണ്, ഇങ്ങനെ വീട്ടിൽ അച്ഛൻ്റെ മകനാണെന്ന് പറയുമ്പോൾ ആ കിട്ടിയ സ്വീകാര്യത ഉണ്ടല്ലോ. തീർച്ചയായിട്ടും അതെന്താ വെച്ചെങ്കിൽ ആള് പറയുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിന്ന് കുമ്പളങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നടന്ന് അവിടെ പാർട്ടിക്ക് വേണ്ടിയിട്ട് യോഗം കൂടുകയും തിരിച്ച് നടന്ന് അത്തരം ദൂരത്ത് നിന്ന് നാട്ടിലേക്ക് വന്നിട്ട് പാർട്ടി പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളാണ് അദ്ദേഹം എന്നുള്ളത് പറയുമ്പോഴാണ് നമുക്ക് തന്നെ ഒരു പ്രത്യേക അഭിമാനം. തീർച്ചയായിട്ടും നമ്മുടെ ഈ സ്ഥാപനത്തിൽ ഒരുപാട് ആളുകളെ സ്വയം തൊഴിലിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഏറെ അഭിമാനത്തിൽ തന്നെയാണ് വടക്കാഞ്ചേരിയിൽ ഈ സ്ഥാപനം ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധിയായ കോഴ്സുകളുണ്ട്. സാധാരണക്കാരായ ജനങ്ങൾക്ക് പോലും കമ്പ്യൂട്ടറിൻ്റെ പരിജ്ഞാനത്തിലേക്ക് എത്തിക്കുവാൻ നമുക്ക് ഒരു പിടിയെങ്കിലും അതിലേക്ക് എത്തുവാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു സ്ഥാപനത്തിൽ ഏതെല്ലാം കോഴ്സുകളാണ് ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാനിവിടെ നടത്തുന്ന കോഴ്സുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സമുദായത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രതീക്ഷകളുമായി ജീവിച്ചിരുന്ന ഒരുപാട് വനിതകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊരു 17-18 വയസ്സാകുമ്പോഴേക്കും അവരുടെ മാരേജ് കഴിയും. അതായത് +2 പഠിക്കും, പ്രീ ഡിഗ്രി പഠിക്കും, +2 പഠിക്കുമ്പോഴേക്കും അവരുടെ മാരേജ് കഴിയുന്നു. മാരേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ കുട്ടികളായി കുടുംബമായി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു 10-30 വയസ്സാകുമ്പോഴേക്കും കുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങി, ഭർത്താവ് ജോലിക്ക് പോയി തുടങ്ങി. അന്ന് പഠിപ്പ് നിർത്തിയതിനെ കുറിച്ചിട്ട് വീണ്ടും പഠനത്തിനെ കുറിച്ചിട്ട് പുനരാലോചിക്കുന്ന ഒരു സമയമാണ് ഈ 30 ഇയേഴ്സിന് അബവ്. തീർച്ചയായിട്ടും ആ സമയത്ത് നമ്മുടെ നാട്ടിൽ അവരെ പോലെയുള്ള ആളുകൾക്ക് പഠിക്കണോ, പഠിച്ചു കഴിഞ്ഞ് ജോലി കിട്ടുമോ,
ഒരു ജോലി എന്ന് പറയുന്ന വിഷയമാണല്ലോ. ഇന്നത്തെ ഒരു ഭർത്താവ് മാത്രം, കുടുംബനാഥൻ മാത്രം വരുമാനം കൊണ്ട് ജീവിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തെ സഹായിക്കാൻ എന്നെ കൊണ്ട് കഴിയുമോ എന്നൊക്കെ രീതിയിൽ ഞാനിപ്പോൾ എന്ത് ചെയ്യണം, എൻ്റെ കഴിവും അറിവും വെച്ചിട്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പറയുന്ന അങ്ങനെ പകച്ചു നിൽക്കുന്ന ഒരു സമുദായം നമ്മുടെ മുന്നിലുണ്ട്. ആ ആളുകളെ തന്നെ ബേസ് ചെയ്ത്, അപ്പോൾ അത്ര ഏജ് നമുക്ക് പ്രായം ഇവിടെ വിഷയാക്കുന്നില്ല, വിദ്യാഭ്യാസം നമുക്ക് വിഷയാക്കുന്നില്ല. ഞാൻ നമ്മുടെ വടക്കാഞ്ചേരി മർച്ചൻ്റ് അസോസിയേഷനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം അങ്ങനെയുള്ള വ്യാപാരികൾ സമൂഹവുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഇപ്പോൾ ഈ മേഖലകളിൽ ആരും തന്നെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആരും തന്നെ കമ്പ്യൂട്ടർ സംബന്ധമായിട്ടുള്ള കാര്യം തന്നെ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ കുട്ടികളെ നമ്മളെടുത്തു, പക്ഷേ കുട്ടികളെ വിദ്യാർത്ഥികളെ നമ്മളെടുക്കുക അല്ലെങ്കിൽ പഠിക്കുന്ന ആൾക്കാർ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ സാഹചര്യം അനുസരിച്ചിട്ട് സാലറി കൊണ്ട് അവർക്ക് വർക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവർ മാറിപ്പോകും, വിദേശത്തേക്കോ അവിടേക്ക് പോകും. പക്ഷേ ഈ പറയുന്ന 30 ഇയേഴ്സിനും അതിനും അപ്പുറമുള്ള ആളുകൾ ഇത്തരം കമ്പ്യൂട്ടർ പരിജ്ഞാനം നേടുകയാണെങ്കിൽ അവർക്ക് വീടിന് ചുറ്റുവട്ടത്ത് തന്നെ ജോലി കിട്ടാനായിട്ടുള്ള ഒരുപാട് സാധ്യതകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ ഈ സുപ്രീം CSE അക്കാദമി എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ കുറിച്ചിട്ട് ആലോചിച്ചത്. അങ്ങനെ അവർ ആ പ്രസ്ഥാനത്തിലേക്ക് വരുമ്പോൾ അവരുടെ ഗുണം ഹസ്ബൻഡ് ജോലിക്ക് പോയി, മക്കൾ വിദ്യാഭ്യാസത്തിന് പോയി, അത് വരുമ്പോൾ വീട്ടിൽ വെറുതെ ഇരുന്ന് വാട്സപ്പും കൊടുത്ത് നോക്കി സമയം കളയാതെ അവനവൻ്റേതായിട്ട് പ്രൊഫഷൻ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന സാധ്യത ഉള്ള മേഖല അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാർക്ക് നമ്മളെ സ്ഥാപനത്തിന്. ഈ കോഴ്സുകളുടെ കാലാവധി എങ്ങനെയാണ്? എങ്ങനെയാണ് കാലാവധി എന്ന് പറയുന്നത് നമ്മൾ നിശ്ചയപ്പെടുത്തിയിട്ടുള്ളത് എന്താ വെച്ചെങ്കിൽ അത് അവരുടെ വിദ്യാഭ്യാസവും അവരുടെ പരിജ്ഞാനത്തിനനുസരിച്ചിട്ടാണ്. അവർ പെട്ടെന്ന് നമുക്കങ്ങനെ ഒരു 6 മാസം, ശരിക്കും നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളത് 1 മാസം, 3 മാസം, 6 മാസം എന്നുള്ളത്. ഇത് തന്നെ കാര്യം എന്താ വെച്ചെങ്കിൽ കുറച്ചൊക്കെ കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ആളുകൾക്ക് 1 മാസം കൊണ്ട് അത്യാവശ്യം ട്രെയിനിങ്ങും പ്രോത്സാഹനവും കൊടുത്തുകൊണ്ട് അവർക്ക് ജോലിക്ക് വേണ്ടിയിട്ട് പര്യാപ്തമാക്കാൻ നമുക്ക് കഴിയും. അത്ര ഇല്ലാത്ത ആൾക്കാർ 3 മാസം കൊണ്ട് നമുക്ക് പര്യാപ്തമാക്കാൻ നമുക്ക് കഴിയും. ഒന്നും അറിയാത്ത ആളുകൾ ഒരു 6 മാസം നമ്മുടെ കൂടുതൽ നിൽക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ പരിജ്ഞാനം മാത്രമല്ല, അതായത് മറ്റുള്ള സ്ഥാപനങ്ങളിൽ കമ്പ്യൂട്ടർ എന്താണെന്ന് പഠിപ്പിക്കുക മാത്രമല്ല, ആ കമ്പ്യൂട്ടറിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ ഒരു ഓഫീസിന് വേണ്ടി ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന എല്ലാം ട്രെയിനിങ്ങോട് കൂടിയിട്ട് ചെയ്തു കൊടുത്ത് അവരെ ചെയ്യിപ്പിക്കാവുന്ന ഒരു മേഖലയിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇപ്പം തന്നെ ഞാൻ തുടങ്ങിയിട്ട് 4-5 മാസമായിട്ട് ഇതിൻ്റെ ഞാൻ പഠിപ്പിച്ചിരുന്ന 5-6 കുട്ടികൾ ഞാൻ പറയുന്നത് ആ അമ്മമാർ ഇപ്പോൾ പല സ്ഥാപനങ്ങളിലൊക്കെ ആയിട്ട് ജോലിക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിൽ തന്നെ സഹോദര സ്ഥാപനമുണ്ടല്ലോ. നമ്മുടെ സ്ഥാപനത്തിൻ്റെ കീഴിൽ, അതായത് സുപ്രീം ഓൺലൈൻ സർവീസ് നമ്മൾ 10 വർഷത്തോളമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ്. ഇതാണ് എൻ്റെ ഒരു ഐഡൻറ്റിറ്റി തന്നെ, വടക്കാഞ്ചേരി ഐഡൻറ്റിറ്റി തന്നെ ഈ സുപ്രീം CSE അക്കാദമി, CSE ഓൺലൈൻ സർവീസ് എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനം തന്നെയാണ്. ഈ സൗഹൃദ ആർക്കേഡിൽ പ്രവർത്തിക്കുന്ന, അത് ഫ്രണ്ട് ഓഫീസായിട്ട് പ്രവർത്തിക്കുന്ന അവിടുത്തെ ജീവനക്കാരുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം, സമയമില്ലാതെ സമയം എന്ന് പറയുന്നില്ലാതെ വരുന്ന ആൾ, അതായത് ഞാൻ എന്താണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ആ രീതിയിലേക്ക് ആക്കി തരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റാഫുകൾ വളരെയധികം, നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. അവർ വരുമാനം മാത്രമല്ല ആഗ്രഹിക്കുന്നത്, ജനങ്ങളുടെ, അതായത് വരുന്ന സമയത്ത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് 6 മണിയായാലും 7 മണിയായാലും 7:30 8 മണിയായാലും പോലും നമ്മുടെ വനിതാ സ്റ്റാഫുകൾ അല്ലെങ്കിൽ അതിൻ്റെ ആളുകളൊക്കെ വളരെയധികം ആത്മാർത്ഥമായിട്ട് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നു. കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം എല്ലാ തരം ആളുകളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ അങ്ങ് പഞ്ചായത്ത് തലത്തിലും ഈ ബ്ലോക്ക് തലത്തിലും ഒപ്പം തന്നെ കോർപ്പറേഷൻ തലത്തിലൊക്കെ വലിയ തോതിൽ പ്രവർത്തനം കാണിക്കുന്നുണ്ട്. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ജില്ലയിൽ നിന്ന് മറ്റുള്ള ജില്ലയിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അതിൻ്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്? ഇപ്പോൾ ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മൾ ഒരു പ്രത്യേക ഇതിൽ വെക്കുന്ന സംഭവങ്ങളല്ല. അത് അവരുടേതായിട്ടുള്ള അഭിരുചിക്ക് അനുസരിച്ചിട്ട് പല മേഖലകളിലും കടക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ വടക്കാഞ്ചേരി കുടുംബശ്രീ നമ്മുടെ ചെയർമാനായിട്ടുള്ള സുരേന്ദ്രൻ ചേട്ടൻ്റെ പ്രത്യേക അനുവാദത്തോടു കൂടിയിട്ട് CDS ചെയർപേഴ്സൺ സിന്ധു പ്രകാശിൻ്റെ ഞാൻ ആശയം ഉന്നയിക്കുകയും ആശയത്തെ അവർ വളരെയധികം സപ്പോർട്ടോട് സ്വീകരിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് 5 മാസം മുമ്പ് എനിക്ക് ഈ CSE അക്കാദമി എന്ന് പറയുന്ന സ്ഥാപനം തുടങ്ങാൻ പറ്റിയിട്ടുള്ളത്. അന്ന് തന്നെ എനിക്ക് വളരെയധികം ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ നമ്മുടെ ആശയം മനസ്സിലാക്കിക്കൊണ്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരുടേതായിട്ടുള്ള, അവർക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്ന കാര്യത്തിന് നമ്മൾ ചെയ്യാൻ കഴിയും എന്നുള്ള രീതിയിൽ അവർ എലിജിബിളാണ്, അതിൽ അവർ തന്നെയാണ് സ്യൂട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ആക്കി കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇത് ഈ ഇങ്ങനെയുള്ള ഈ ഓൺലൈൻ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ
പൊതുവെ എടുത്ത് പറയുകയാണെങ്കിൽ എൻ്റെ അറിവുപ്പെടുത്തോളം ഇന്ത്യയിലെ ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ സ്ഥാപനം ചെയ്യുന്നതാണ് എൻ്റെ അറിവ്. ഇതിൽ ആർക്കെങ്കിലും തർക്കങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് സംസാരിക്കാം. കാരണം ഓൺലൈൻ സംബന്ധമായിട്ടുള്ള കോഴ്സുകൾ നടത്തുന്ന ഇഷ്ടംപോലെ കോഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാഞ്ചൈസി നടത്തുന്ന ഒരു സ്ഥാപനം നടത്താൻ ഫ്രാഞ്ചൈസി നടത്തുന്ന ഒരുപാട് ആളുണ്ടാവാം. പക്ഷേ ജനങ്ങളിലേക്ക് ഇതിൻ്റെ അവയർനെസ് കൊടുക്കുന്ന പ്രസ്ഥാനം എന്ന രീതിയിൽ ഞാനായിട്ട് തന്നെയാണ് തുടക്കം കുറിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഇത് അതുകൊണ്ട് തന്നെയാണ് ഈ പിന്നിട്ട വഴികളിലെ ഇദ്ദേഹത്തെ തിരഞ്ഞെടുക്കാനുള്ള കാരണം. കേവലം ഒരു കമ്പ്യൂട്ടറിൻ്റെ പരിജ്ഞാനം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഉപരിയായിട്ട് വടക്കാഞ്ചേരിക്കാരുടെ സൗഹൃദനായ ഒരു വ്യക്തിയാണ്. നിരവധി പ്രസ്ഥാനങ്ങളിലൂടെയും നേതൃത്വ നിരയിൽ നിൽക്കുന്ന വ്യക്തിത്വമാണ്. സംഗീതം ഇങ്ങനെ ഇരിക്കുന്ന ആളൊന്നുമല്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സകലകലാ വല്ലഭൻ എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കുകൾ യാഥാർത്ഥ്യമാക്കുന്ന രീതിയിലാണ്. ഈ പാട്ട് പാടാൻ കഴിവുള്ളവരെ കാണുമ്പോൾ എനിക്ക് വല്ലാത്ത കുശുമ്പ. കാരണം എനിക്ക് പാട്ട് പാടാൻ അറിയില്ല, എനിക്ക് ആസ്വദിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ നമുക്കൊരിക്കലും ഒരു പാട്ട് പാടി തന്നുകൊണ്ട് നമുക്ക് ആ ഒരു മേഖലയിലേക്ക് ഒന്ന് കടന്നു പോകാം. പക്ഷേ ഈ പാട്ട് പാടുന്നതിന് മുമ്പ് എനിക്ക് 2 വാക്ക് പറയാനുള്ളത്. ആയിക്കോട്ടെ. സത്യത്തിൽ പാട്ട് പാടുന്ന ആൾക്കാരനെ കണ്ടിട്ട് അസൂയപ്പെട്ട വ്യക്തിയാണ് ഞാൻ. അതെ അതെ, നിങ്ങളെ പോലത്തെ. അതായത് ഏതൊരു ഫംഗ്ഷൻ ചെന്നാലും പാടുന്ന ആളുകൾക്ക് ഭയങ്കര ഡിമാൻഡ്. തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മൾ പിന്നാമ്പുറത്ത് നിൽക്കുന്ന ഒരാളായിട്ട് മാറും. ആസ്വാദകനാണ്. അതായത് ഏകദേശം എനിക്ക് തോന്നുന്നു 2 വർഷം, ഇപ്പൊ 50 വയസ്സായിട്ടുണ്ട്, 50-51 വയസ്സാവുന്നു. 2 വർഷമായിട്ട് ഞാനിപ്പോ 2 വർഷത്തോളം ആയിട്ടില്ല ഞാനിപ്പോ ഈ പാട്ടിനോട് വന്ന്. അതോ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടില് മ്യൂസിക് കുമ്പളങ്ങാട് വായനശാലയില് അവണപ്പറമ്പ് മോഹനേട്ടൻ നേതൃത്വത്തില് ഒരു മ്യൂസിക് ലവേഴ്സ് എന്ന് പറയുന്ന ഒരു സംഗീത പരിപാടി അവിടെ ഉണ്ട്. അപ്പോൾ ആ പരിപാടിയിലേക്ക് ഞാനിങ്ങനെ ആളോടൊക്കെ മൂളിപ്പാട്ട് ഇങ്ങനെ പാടുമ്പോൾ അതിൻ്റെ കോർഡിനേറ്ററായിട്ട് എന്നെ വെച്ചു. അപ്പോഴാണ് എനിക്ക് ഇവരെ അവിടെ വെച്ചതിന് ഗുണം എന്താ വെച്ചെങ്കിൽ പാട്ട് പാടുന്ന ആളുകൾക്കൊക്കെ വന്ന് ജോയിൻ ചെയ്യാനും വൈകുന്നേരങ്ങളിൽ പാടാനൊക്കെ ഒരു അവസരങ്ങൾ അവിടെ ഉണ്ട്. അപ്പം അങ്ങനെ മറ്റൊരു പാടുന്നത് കേട്ട് മനസ്സിലാക്കിയപ്പോൾ എന്തുകൊണ്ട് എനിക്കും പാടിക്കൂടാന്ന് വിചാരിച്ചിട്ട് ചെറിയ ചെറിയ നമ്മളെ കൊണ്ട് കഴിയാവുന്ന ഒന്ന് പാടി. ഞാനിപ്പോ 3 ട്രൂപ്പാണ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന ഈ ജീവിതത്തിന്റെ ഒരു ആസ്വാദന മുഹൂർത്തങ്ങളാണല്ലോ ജീവിതം ആസ്വദിക്കാൻ വേണ്ടി. ഞാൻ ചോദിക്കുന്നത്, ഈ രാവിലെ മുതൽ ഇവിടെ രാവിലെ തൊട്ടുണ്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് തിരിക്കുന്നത്. ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഈ ഓട്ടപ്പാച്ചില്, കുടുംബം, അവിടേക്കൊക്കെ ഒന്ന് കടന്നു ചെല്ലണം. എങ്ങനെ ഇതിന് സമയം ചെലവ്? എന്റെ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന കാര്യം തന്നെയാണ് ഇത്. അതായത് ഓഫീസ്, അതുപോലെ ഇത്തരം ബിസിനസ്സുകൾ, ഇനി എവിടെ എന്തെങ്കിലും ബിസിനസ് കേട്ടിട്ടുണ്ടെങ്കിൽ മോട്ടിവേഷൻ ക്ലാസ്സസ്, ഇതൊക്കെ അറ്റൻഡ്. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ മ്യൂസിക് ലവേഴ്സ്, അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഞാൻ ഇപ്പോൾ സെൻട്രൽ ലയൺസ് ക്ലബിൻ്റെ ഭാരവാഹിയാണ്. മുമ്പ് തന്നെ ട്രഷറായിരുന്നു. സുഭാഷ് പുഴക്കിൽ മണികണ്ഠനൊക്കെ നടത്തുന്ന സെൻട്രൽ ലയൺസ് ക്ലബിൻ്റെ ട്രഷറായിരുന്നു. സ്പന്ദനത്തിൽ ഞാൻ മെമ്പറായിരുന്നു. അതുപോലെ തന്നെ ഞാൻ CPM-ൻ്റെ ബ്രാഞ്ച് മെമ്പറാണ്. അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് വ്യാപാരി വ്യവസായി, വടക്കാഞ്ചേരി വ്യാപാരി വ്യവസായിയുടെ യൂണിറ്റ് പ്രസിഡൻ്റാണ്. ഇങ്ങനെ പല മേഖലകൾ. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഈ പാട്ടുകൾ ഉണ്ടെങ്കിലും ആരെങ്കിലും വിളിച്ചാൽ അവർ കോർഡിനേറ്റ് ചെയ്യാനും പോകും. പക്ഷെ ഇതൊക്കെ ഞാനൊരു എൻജോയ് ചെയ്തിട്ട്, ഈ സമയത്തിൻ്റെ ഉള്ളിൽ എൻജോയ് ചെയ്തിട്ട് നടത്തുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അവിടെ എനിക്ക് കിട്ടുന്ന ഒരു സംഭവം എന്താ വെച്ചെങ്കിൽ, നമ്മൾ എവിടേക്കും പോകുമ്പോൾ 2 വീലറിലോ കാറിൽ പോകുന്ന സമയത്ത് ഈ പാട്ടും കേട്ടിട്ട് 2-3 പാട്ട് പാടി നമുക്ക് പറ്റുമെന്ന് ട്രൈ ചെയ്തിട്ട് അത് വിജയിച്ചിട്ടുമുണ്ട്. അത് പക്ഷെ ഞാനങ്ങനെ പൊതുവേദിയിൽ അങ്ങനെ തോന്നുന്നു. തിരക്ക് പിടിച്ച് ഓടുന്ന ഈ ലോകത്ത് ഇതൊക്കെ തന്നെയാണ് നമുക്ക് മനസ്സിനെ മുന്നോട്ട് നയിക്കാൻ കിട്ടുന്ന ഊർജം. അപ്പോൾ എനിക്ക് പാട്ട് കേൾക്കണം. പാട്ട് ഇഷ്ടപ്പെടുമെന്ന് അറിയാം. കാരണം എന്താ ചെയ്യുന്നത്, കുഴപ്പമില്ല, 2 വരി നമ്മുടെ പ്രേക്ഷകർക്കും ഇതിനു വേണ്ടിയിട്ട്. മെല്ലെ മെല്ലെ മുഖപടം തെല്ലൊതുക്കി അല്ലിയാമ്പൽ പൂവിനെ തൊട്ടുണർത്തി ഒരു കുടന്ന നിലാവിൻ്റെ കുളിരു കോരി നെറുകയിൽ അരുമയായി കുടഞ്ഞതാരും മെല്ലെ മെല്ലെ മുഖപടത്തെല്ലൊതുക്കി. ഈ പാടാൻ അറിയില്ല എന്ന് പറഞ്ഞ ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ പാടാൻ പറ്റുക. കാരണം അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു ആഗ്രഹമുണ്ട്. അതിങ്ങനെ മറ്റുള്ളവർ പാടുന്നത് ശ്രദ്ധിച്ച് പിന്നെ ജന്മനാ ദൈവം ഓരോരുത്തർക്ക് ഓരോ കഴിവുകൾ ഒരു കഴിവുമില്ലാതെ ഈ ഭൂമിയിൽ ആരും ജനിക്കുന്നില്ല.
ആ കിട്ടിയിരിക്കുന്ന കഴിവുകളെ നമ്മൾ പരിപോഷിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമ്മുടെ കർമ്മമണ്ഡലത്തിൽ ഏത് തന്നെയാണ് ഇപ്പം അങ്ങയുടെ കർമ്മമണ്ഡലം എന്ന് പറയുന്നത് ഈ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം, അതിനോടൊപ്പം ഈ അങ്ങ് പറഞ്ഞ ഓരോ മേഖലകളിൽ ഇടപെടുന്നു, അതിനോടൊപ്പം സംഗീതവും, അതിനിങ്ങനെ തേച്ച് മിനിക്ക് മുന്നോട്ട് പോകുമ്പോൾ നാളെ വലിയൊരു ഗായകനായിട്ട് വരട്ടെ എന്ന് ഞാൻ ഇപ്പം ആശംസിക്കുകയാണ്. കുടുംബത്തിൽ ആരൊക്കെ എങ്ങനെ? കുടുംബത്തിലിപ്പോൾ ഭാര്യ, 3 മക്കള്, അമ്മ നമ്മുടെ കൂടെയൊക്കെയാണ് ജീവിക്കുന്നത്. അപ്പം അമ്മ ഇപ്പോഴും അതാണ് നമ്മുടെ അമ്മയാണ് എൻ്റെ പ്രചോദനം. ഈ 74 വയസ്സായി അമ്മയ്ക്ക്. അമ്മ ഇപ്പോഴും പോസ്റ്റ് ഓഫീസിലെ RD ഏജന്റായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അതാണ് ഊർജ്ജസ്വലമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. 74 വയസ്സായിട്ട് ആ അച്ഛന്റെ ഊർജ്ജം തന്നെയാണ്. തീർച്ചയായും അച്ഛനെ കണ്ടുകൊണ്ട് തന്നെയാണ് അമ്മയും ഒരുപക്ഷെ അകത്തളങ്ങളിൽ ഇരിക്കാൻ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അമ്മ മുന്നോട്ട് സഞ്ചരിച്ചു പോകുന്നത്. അപ്പം അമ്മ അന്ന് എടുത്തിട്ടുള്ള ഒരു ഏജൻസി 30, 35, 40 വർഷമായി തോന്നുന്നുണ്ട് ഒരു ഏജൻസി എടുത്ത്, അത് ഇപ്പോഴും ഒരു പരാതിയും ഇല്ലാതെ, അതായത് ഇത് സാമ്പത്തിക മേഖലയാണ്, ഒരു പരാതി ഇല്ലാതെ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിന് പോലും അമ്മയ്ക്കിപ്പോൾ അല്ലെങ്കിൽ ഞാനും അമ്മയെ സഹായിക്കാനായിട്ട് മുന്നിട്ട് ഇറങ്ങാറുണ്ട്. അപ്പോൾ അമ്മ ഇപ്പോഴും അമ്മ തന്നെയാണ് അതിൻ്റെ RD ഏജൻ്റായിട്ട്. 74 വയസ്സായിട്ടും അത് ഞാൻ വീണ്ടും പറയുന്നത് വെച്ചെങ്കിൽ ഇപ്പോൾ നമുക്ക് നല്ല എനർജറ്റിക് ആയിട്ട് അതാണ് അമ്മ തന്നെയാണ് നമുക്ക് എല്ലാ കാര്യങ്ങളിലും സമയബന്ധിതമായിട്ട് ജോലി ചെയ്യുന്നതിനുള്ള പ്രചോദനം. പിന്നെ നമുക്ക് നമ്മുടെ വൈഫ്, എൻ്റെ ഭാര്യ പ്രണയവിവാഹമായിരുന്നു. നമ്മളെ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ചെറുപ്രായത്തിൽ തന്നെ ആ ആറ്റിറ്റ്യൂഡ്, കാരണം നേടുക ഒരാഗ്രഹം മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നേടുക എന്നുള്ളൊരു സംഭവം നമ്മുടെ ഉള്ളിലുള്ളത് കാരണം പെട്ടെന്ന് തന്നെ 25 വയസ്സിൽ എനിക്ക് രജിസ്റ്റർ മാരേജ് ചെയ്തിട്ട് വൈഫിനെ കൊണ്ടുവന്നു. അതെനിക്ക് ഒരിക്കലും തെറ്റിയിട്ടില്ല. ഇപ്പോൾ വൈഫ് ഇപ്പോൾ ഇവിടെ മെഡിക്കൽ കോളേജ്, അത്താണി മെഡിക്കൽ കോളേജിൽ സീനിയർ നഴ്സിംഗ് ഓഫീസറായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആളുടെ പേര് രജനി എന്നാണ്. നല്ല സപ്പോർട്ടും എല്ലാ കാര്യത്തിലും പൂർണ്ണമായി സപ്പോർട്ട് തരുന്ന ആളാണ് എൻ്റെ ഭാര്യ. തീർച്ചയായിട്ടും. പിന്നെ എൻ്റെ മകൻ, അപ്പോൾ വൈഫ് ഞാനും ഡിസ്കഷൻ ചെയ്തിട്ട് അനുസരിച്ചിൽ നേരത്തെ പറഞ്ഞ എഡ്യൂക്കേഷൻ്റെ ബന്ധപ്പെട്ട് വന്നുകൊണ്ട് അവൻ്റെ BBA വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് അവനെ UK ഇംഗ്ലണ്ടിലേക്ക് നമ്മൾ അയച്ചു. അപ്പോൾ അവൻ അവിടുത്തെ MBA കഴിഞ്ഞ് കോഴ്സും കഴിഞ്ഞ് ഇപ്പോൾ അവിടുത്തെ നല്ലൊരു പ്രൊഫഷണലായിട്ട് അവൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. മറ്റു 2 മക്കൾ, രണ്ടാമത്തെ മകൻ നല്ല കാലിബറാണ്, നല്ല കഴിവുള്ള വ്യക്തിയാണ്. അവനിപ്പോൾ എല്ലാ കാര്യത്തിലും നടക്കാൻ, ഞാൻ പഠിച്ച കോളേജും കൂടിയാണ് വ്യാസ കോളേജിൽ ഇപ്പോൾ ഡിഗ്രി BA ഇംഗ്ലീഷിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. മോള് 8ാം ക്ലാസ്, മുന്നേ മോള് 8ലാണ്, അവൾ JMG സ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. നല്ല സമ്പൂർണ്ണ, നല്ല രസമായിട്ടുള്ള, നല്ല സന്തോഷമായിട്ട് നമ്മുടെ ഈ സ്ഥാപനത്തെ ഇനി എന്താണ് അങ്ങയുടെ ലക്ഷ്യം? എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഇന്നിപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരത്തിലെ കാലഘട്ടത്തിലൂടെ നടന്നു പോകുന്നത്. മാത്രമല്ല ഇന്നത്തെ തലമുറ വളരെയധികം മാറിക്കൊണ്ടിരിക്കുകയാണ്. തലമുറ മാറുക എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് അമിതമായിട്ടുള്ള ലഹരിയുടെ ഉപയോഗം മൂലമോ അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ചെറുപ്പക്കാരുടെ രീതി സ്വയം മനസ്സിലാക്കാത്ത രീതി മൂലമോ വളരെ അപകടകരമായിട്ടൊരവസ്ഥയിലാണ് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് അച്ഛനില്ല, അമ്മയില്ല, സഹോദര കുടുംബക്കാരൊന്നുമില്ല. അവർക്കുള്ളത് അവരുടേതായിട്ടൊരു വൈബ് ലോകം മാത്രമേ ഉള്ളൂ. എത്ര മണിക്ക് എഴുന്നേൽക്കണം എന്നറിയില്ല, എത്ര മണിക്ക് കിടന്നുറങ്ങണം എന്നറിയില്ല, എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. അങ്ങനെയുള്ള ഒരു ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ പോകണം. ഇതിൽ നിയന്ത്രിക്കാനായിട്ട് രക്ഷിതാക്കൾ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ രക്ഷിതാക്കളുടെ കൺട്രോളിൽ നിന്ന് അടക്കം പോയിട്ട് ഈ സംഭവം വളരെ അപകടകരമായ അവസ്ഥയിലേക്ക് തലമുറ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് എനിക്ക് ഈ അടുത്ത കാലത്ത് സംഭവം വന്നത്, ഇത്തരത്തിലുള്ള കുട്ടികൾ ഇനി ഈ തലമുറയിൽ തൊട്ട് അടുത്ത തലമുറയിലെങ്കിലും നമുക്ക് രക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ കുട്ടികളെ ഒരു പ്രത്യേക സ്ട്രാറ്റജീസിലൂടെ, അതായത് അവരെ വലുതായിട്ട് ഉപദേശിച്ചിട്ട് കാര്യമില്ല, അതിന് മുമ്പ് ഒരു 4ാം ക്ലാസ്സോ 5ാം ക്ലാസ്സോ ആകുന്നതിന് മുമ്പ് തന്നെ അത് നേരത്തെ കുട്ടികൾ പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചെങ്കിൽ ലക്ഷ്യബോധം ഇല്ലായ്മയാണ്. അവർക്ക് ഇന്നത്തെ ജനറേഷൻ ലക്ഷ്യമില്ല. ഒരു കുടുംബം, മുമ്പത്തെ കാലഘട്ടം നമുക്കൊക്കെ ഒരു ഇതുണ്ടായിരുന്നു, നമുക്ക് എന്ത് പറ്റിയാലും നമുക്ക് അച്ഛനോ അമ്മയോ വേണം, അവരെ സഹായിക്കണം, പെങ്ങളെ നോക്കണം എന്നൊക്കെ പറയുന്ന ലക്ഷ്യം ഉണ്ടായിരുന്നു. ഇന്നത്തെ തലമുറയ്ക്ക് അങ്ങനെ, ഞാൻ തലമുറയെ അടച്ച് ആക്ഷേപിക്കുന്നതല്ല കേട്ടോ, ദയവ് ചെയ്തിട്ട് അവർ ക്ഷമിക്കണം. എന്തായാലും ഇന്നത്തെ കാലത്തിൽ അവർക്ക് ആ ലക്ഷ്യബോധം ഭൂരിപക്ഷ ആളുകൾക്ക് ഇല്ല. അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ നടത്തി തരുന്ന ആളുകൾ മാത്രമാണ് അവരുടെ. അപ്പോൾ അവർക്ക് ലക്ഷ്യബോധം ഉണ്ടാക്കുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്ന ഒരു കാര്യം എനിക്ക് അടുത്തിട്ടത് മനസ്സിലായി. അങ്ങനെയാണ് എഡ്യൂഫൈസ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ഫ്രാഞ്ചൈസി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലൂടെ ഞാൻ ലക്ഷ്യമിടുന്നത് തുടങ്ങി. ഇതിൽ കമ്പനി ലക്ഷ്യമിടുന്നത് എന്താണെങ്കിൽ 5ാം ക്ലാസ് മുതൽ തന്നെ ആ കുട്ടികൾക്ക്, ആ വിദ്യാർത്ഥികൾക്ക് അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള അഭിരുചി അനുസരിച്ചിട്ട്, ആഗ്രഹമനുസരിച്ചിട്ട് ഒരു പ്രത്യേക മേഖലകളിലേക്ക് അവർ തിരിയാനായിട്ടുള്ള കഴിവറിയാൻ പറ്റും. ഉദാഹരണത്തിന് 10ാം ക്ലാസ് കഴിഞ്ഞ ഒരു കുട്ടിയുടെ
കാലിബറും കഴിവും വേറൊരു തരത്തിലായിരിക്കാം. അതെ. പക്ഷേ സ്കൂൾ സിലബസ് അനുസരിച്ചിട്ടും മാർക്കിൻ്റെ അനുസരിച്ചിട്ടും സയൻസ് പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടീനെ നേരെ എവിടെ കൊണ്ടുപോകുന്നത്? ഹ്യൂമാനിറ്റീസ് പഠിപ്പിക്കും. ഹ്യൂമാനിറ്റീസ് പഠിപ്പിക്കാൻ ആഗ്രഹമുള്ള ആളെ കോമേഴ്സ് പഠിപ്പിക്കും. കോമേഴ്സ് അങ്ങനെയുള്ള വെറൈറ്റിയിൽ വരുമ്പോൾ ഇവർ ആഗ്രഹങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള പഠനം നടക്കുമ്പോഴാണ് കുട്ടികൾ അരോചകമായിട്ട് മാറുന്നത്. അതായത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അവരുടെ താല്പര്യത്തിനനുസരിച്ചായിരിക്കണം എന്ന അഭിപ്രായക്കാരാണ് ഞാൻ. ആ രീതിയിലേക്ക് ഇവർ വരണം എന്നുണ്ടെങ്കിൽ എന്താണ് അഭിരുചി, എന്താണ് താല്പര്യം എന്ന് രക്ഷിതാക്കൾക്ക് അറിയണമെങ്കിൽ 5ാം ക്ലാസ് മുതൽ തന്നെ ആ കുട്ടികളിലേക്ക് ഈ സംഗതി എത്തിയിരിക്കണം. ആ എത്തിയിരിക്കുന്നത് ഇന്നത്തെ കാലത്ത് രക്ഷിതാക്കൾ പരാജയമാണ്. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഈ എഡ്യൂഫൈസ് ഇന്ത്യ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഗുണം. അവരുടെ കാലിബർ മനസ്സിലാക്കാനും നോക്കാനും AI-യും VR അടക്കമുള്ള ഇന്നത്തെ കാലത്തുള്ള ഈ കമ്പ്യൂട്ടറിൻ്റെ ടെക്നിക്കൽ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ പലർക്കും ഉണ്ടാക്കാം. പക്ഷേ ടെക്നിക്കൽ സാങ്കേതിക വിദ്യ ഉദ്ദേശിച്ചുകൊണ്ട് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രോഗ്രാമുകളിൽ കൊണ്ടുപോകാനായിട്ട് കഴിയുന്ന സംഭവമാണിത്. ഇതുകൊണ്ട് പ്രസ്ഥാനമല്ല, ഇത് ലാഭമില്ല, നഷ്ടമില്ല. ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യണം എന്നൊരു ആഗ്രഹത്തോട് കൂടിയിട്ടാണ് നമ്മൾ ആ സംഭവം ആരംഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ സമയപരിമിതിയിലേക്ക് കടക്കുമ്പോൾ ഞാൻ അവസാനത്തെ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. പിന്നിട്ട വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ അഭിമാനമല്ലേ? തീർച്ചയായിട്ടും അഭിമാനമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒന്നുമില്ലായ്മ എന്ന് പറയുമ്പോൾ ഒരു ഭൂമി ഉണ്ടെങ്കിൽ ഭൂമിയുടെ അടിയിൽ ഇങ്ങനെ ഉണ്ടല്ലോ, അടിയിൽ നിന്ന് വളർന്നു വന്നിട്ടൊരാളാണ്. ആ വളർച്ചയിൽ എനിക്ക് ഈ രീതിയിൽ വരെ എത്താനായിട്ട് സാധിച്ചതും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ലക്ഷ്യബോധം ഉണ്ടാക്കി തന്നിട്ടെന്ന് ആലോചിക്കുമ്പോൾ ഞാൻ സ്വയം കൃതാർത്ഥനാണ്. പക്ഷെ ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇത്തരത്തിൽ ചെയ്യാനായിട്ടുള്ള ആഗ്രഹമുള്ളൊരു വ്യക്തി കൂടിയാണ്. അത് ചെയ്യണമെന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. എന്തായാലും ഒത്തിരി സന്തോഷം. എല്ലാവിധ ഭാവങ്ങളും ഞങ്ങൾ നേരുകയാണ്. ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് നമ്മുടെ അങ്ങയുടെ ആശയങ്ങളും അങ്ങയുടെ ചിന്താഗതികളും സമൂഹത്തിൻ്റെ നന്മയ്ക്ക് ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെയാണ് തുടക്കം മുതലേ അങ്ങയുടെ ആശയം ചിന്തകളും വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ പ്രസ്ഥാനവും ഈ ഒരു ഇത് മറ്റുള്ള ജില്ലകളിലേക്കൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട എനി ടൈമിൻ്റെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പഴയതെല്ലാം മറന്ന് പുതിയ കാലഘട്ടത്തിൻ്റെ രൂപത്തിനനുസരിച്ച് മാറുവാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും നമ്മൾ ഇന്നതാണ് അങ്ങനെ രീതിയിലല്ല നമുക്ക് ഇനി നമ്മൾ ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് മത്സരത്തിൻ്റെ കാലഘട്ടമാണ്. തീർച്ചയായിട്ടും ഒരു കുടുംബം നന്നാവണമെങ്കിൽ അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരുപാട് പ്രയത്നങ്ങളും ഒരുപാട് കഠിന അധ്വാനവും ആവശ്യമാണ്. ജോലിയും വരുമാനവും മാത്രമല്ല, അതിൽ നമുക്ക് അറിവുകളും ഇതിൽ ഒരുപാട് ഘടകങ്ങളാണ്. ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പാഠപുസ്തകങ്ങളുടെ വിദ്യാഭ്യാസം മാത്രമല്ല, സമൂഹ വിദ്യാഭ്യാസവും കൂടി ആവശ്യമാണ്. അപ്പോൾ അത്തരം മേഖലകളിലേക്ക് തിരിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങൾ അത്തരത്തിലുള്ള കോഴ്സ് കൂടി നമ്മൾ ഇവിടെ നിന്ന് ആരംഭിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നമ്മളുടെ ഭാഗങ്ങളിൽ നിന്ന് എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും എല്ലാവിധ കാര്യങ്ങളും നമുക്ക് ഇവിടെ നിന്ന് ചെയ്തു തരാൻ കഴിയും. ഒത്തിരി സന്തോഷമുണ്ട്. എനി ടൈം ന്യൂസ് ഇതൊരു വ്യത്യസ്തമായ മേഖലയിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത്. സമൂഹത്തിലെ വ്യത്യസ്തമായ ആളുകളെ പരിചയപ്പെടുത്തുന്ന പിന്നിട്ട വഴികൾ. ഈ പ്രോഗ്രാമിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? പ്രോഗ്രാം കാണാറൊക്കെയുള്ള ആളാണോ? ഈ പ്രോഗ്രാം ഞാൻ കാണാറുണ്ട്. എന്നാൽ ചെയർമാൻ്റെ അഭിമുഖം അതുപോലെ പല കാര്യങ്ങളൊക്കെ ഞാൻ 100% പൂർണ്ണമായിട്ട് ഞാൻ കണ്ടിരുന്നു. പക്ഷെ ആ കാണുന്ന സമയത്ത് ഇത് എന്നെ തേടി വരുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നില്ല. അതാണ് നിങ്ങൾ പറയുന്ന എനി ടൈം അങ്ങനെയുള്ള കാര്യങ്ങൾ സമൂഹത്തിൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ട് അങ്ങനെ അപ്രസക്തരായിരുന്ന ആളുകളെ സെലക്ട് ചെയ്ത് ഇത്തരം പൊതു രംഗത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്ന ശ്രമം വളരെ അഭിമാനാർഹമാണ്. അപ്പോൾ എന്നെ പോലും ഞാൻ പലരും അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് തന്നെ ഒരു സംശയം തോന്നി, ഇത്തരത്തിലൊരു ഇൻ്റർവ്യൂവിന് പോലും ഞാൻ അർഹനാണോ എന്നൊക്കെ തോന്നി. പക്ഷേ നിങ്ങളുടെ ഓരോ ചോദ്യങ്ങളും അതിൻ്റെ ലക്ഷ്യങ്ങളും നോക്കിയപ്പോൾ ഞാൻ തന്നെ അതിന് അർഹതപ്പെട്ട ആളാണെന്ന് എനിക്ക് മനസ്സിലായി. തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷം. എനി ടൈം ന്യൂസിൻ്റെ പിന്നിട്ട വഴി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഒരു വാഗ്ദാനം നേരത്തെ നൽകിയിരുന്നു. സമൂഹത്തിൽ ആരാരും അറിയപ്പെടാതെ പക്ഷെ അവരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത വ്യക്തികളാണ്. ജോലി തിരക്കുകളിൽ അത്ര കണ്ട് ശ്രദ്ധിക്കാതിരിക്കുന്ന ചില ആളുകളുണ്ടെങ്കിൽ അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുകയാണ് എനി ടൈം ന്യൂസ്. ഇതിനോടകം ഞങ്ങളുടെ ഓരോ അധ്യായങ്ങളിലും വന്ന ഓരോ വ്യക്തിത്വങ്ങളുണ്ട്.
അവരെല്ലാം സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളാണ്. ഇദ്ദേഹവും അത്തരത്തിൽ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. നമ്മുടെ ഈ ഒരു അധ്യായം അവസാനിപ്പിക്കുന്നതിന് മുൻപ് അച്ഛൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുമോ എന്ന് ഞാൻ ആദ്യം ചോദിച്ചിരുന്നു. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിൻ്റെ കാഹളം ഇങ്ങനെ മുഴങ്ങുമ്പോൾ എല്ലായിടത്തും കയ്യൊപ്പ് ചാർത്തി മുന്നോട്ട് പോകുന്ന മകൻ എന്തുകൊണ്ട് അച്ഛൻ്റെ പിൻഗാമിയായി രാഷ്ട്രീയത്തിലേക്കൊരു രംഗപ്രവേശനം നടത്താൻ ആഗ്രഹിക്കുന്നില്ല? ഓൾറെഡി ഞാൻ രാഷ്ട്രീയത്തിലുണ്ട്. നമ്മൾ പാർട്ടിക്ക് വേണ്ടിയിട്ട് അങ്ങനെയാണെങ്കിൽ പുതിയൊരു തെരഞ്ഞെടുപ്പിന്റെ വേദിയിലേക്ക് കടന്നു പോകും. തെരഞ്ഞെടുപ്പ് അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ പാർട്ടിക്ക് തന്നെ ഒരു ചട്ടക്കൂടുണ്ട്. ആ ചട്ടക്കൂട് പാർട്ടി നിർദ്ദേശിക്കുകയാണെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് അതുമായി സ്വീകരിക്കുന്നതിന് വിരോധമൊന്നുമില്ല. പക്ഷേ പാർട്ടിയാണ് എല്ലാം, പാർട്ടിയുടെ നിലപാടും പാർട്ടിയുടെ കാര്യങ്ങളും സമൂഹത്തിന് അറിയുന്ന, സമൂഹത്തിന്റെ സ്പന്ദനം അറിയുന്ന അങ്ങേ പോലെയുള്ള ആളുകളൊക്കെ തന്നെയല്ലേ മുഖ്യധാരയിലേക്ക് കടന്നു വരേണ്ടത്? അത് പാർട്ടി ചിന്തിക്കേണ്ടതല്ലേ? അങ്ങനെ എന്നെപ്പോലെ ഒരുപാട് ആളുകൾ ഈ രംഗത്തുണ്ട്. അതിൽ നിന്നും ഏറ്റവും കൂടുതൽ നല്ല ആളുകൾ അല്ലെങ്കിൽ ജനങ്ങൾക്ക് സ്വീകാര്യനാണ് തോന്നുന്ന വ്യക്തി ആരാണ് എന്നുള്ളത് പാർട്ടി തീരുമാനിക്കും. എന്തായാലും പാർട്ടി ചിന്തിക്കട്ടെ. ഞങ്ങൾ ചില ആളുകളെ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് മാത്രം. എന്തായാലും എല്ലാവിധ ആശംസകളും നേരുകയാണ്. എനി ടൈം ന്യൂസ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിൻ്റെ ആരാരും അറിയപ്പെടാത്ത കുറച്ച് വ്യക്തിത്വങ്ങളുണ്ടാവും. അവരിങ്ങനെ പ്രവർത്തന മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ആളുകളാണ്. അവർ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും. പിന്നിട്ട വഴിയിലൂടെ ഇതിനോടകം നിരവധി ആളുകൾ സഞ്ചരിച്ചിട്ടുണ്ട്. അവരെല്ലാം മുഖ്യധാരയിലേക്ക് പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തിക്കുവാൻ ഞങ്ങൾക്ക് ഒരു പരിധിവരെ സാധിച്ചിട്ടുണ്ട്. പിന്നിട്ട വഴിക്ക് നിങ്ങൾ നൽകുന്ന ഹൃദയത്തിൽ ചേർത്ത് പിടിച്ചുള്ള പ്രോത്സാഹനത്തിന് ഒത്തിരി സന്തോഷം. ഇതുപോലെയുള്ള വ്യക്തിത്വങ്ങളെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കുക. അത് സമൂഹത്തിലെ ആര് തന്നെയാവട്ടെ, പ്രത്യേകിച്ച് കാർഷിക മേഖലയിലുള്ള ഒരു കർഷകൻ തന്നെയാണെങ്കിലും ഞങ്ങൾക്ക് സന്തോഷമാണ്. അവരും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. മറ്റൊരു അധ്യായത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട അതിഥിയുമായി കണ്ടുമുട്ടാം. അതുവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.